കോഴിക്കോട് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അതിന് രക്ഷപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻലാൽ സാറ് വരെ മാജിക് ചെയ്യുന്നത് മലയാളികൾ കണ്ടു. അപ്പോ ഈ മോഹൻലാൽ സാർ മാജിക്കിലേക്ക് വന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം പണ്ട് തന്നെ മാജിക്കിനോട് വളരെയധികം പാഷനുള്ള ഏത് കലയും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണ്. തുടങ്ങിയ സമയത്ത് ഇവിടെ ഒരു കാട്ടുപ്രദേശം ചിത്ര വീഡിയോ പാട്ടുണ്ടായിരുന്നു. തുടങ്ങുമ്പോൾ പലരും എന്നോട് പറഞ്ഞതാണ് ഇത് നടക്കില്ല. ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി കഴിഞ്ഞാൽ അവിടെ വേറൊരാൾ വരും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ നിൽക്കുന്നിടത്തോളം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അത് അവരുടെ കയ്യിലാണ് അതിൻ്റെ റിപ്പോർട്ട്. ഞാൻ അതിനകത്ത് എല്ലാവരും പോയ കൂട്ടത്തിൽ ഞാൻ പോയി. ഈ വിവാദം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ പേര് ആയപ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു പറഞ്ഞു. അല്ലാതെ എനിക്ക് അവരോടൊന്നും യാതൊരു പ്രശ്നം. നമസ്കാരം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഗോപിനാഥ് മുതുകാട് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഞങ്ങളൊക്കെ മായാജാലങ്ങൾ കൊണ്ട് ഞെട്ടിപ്പിച്ചിരുന്ന ഒരാളുണ്ട്. ഇപ്പൊ കുറച്ചു കാലങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തെ കാണാറില്ല. ഇനി ഞങ്ങൾക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ലഭിക്കും. നോക്കാം. ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഞാനെന്തായാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഷോസ് എന്തായാലും സ്റ്റോപ്പ് ചെയ്തല്ലോ. നമ്മൾ വൺസ് അനൗൺസ് അതില്ല. അതേസമയം അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ പ്രതീക്ഷിക്കാം. അതായത് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടുള്ള പരിപാടികളില്ല എന്നർത്ഥം. അതേസമയം അവയർനെസ്, ഇപ്പോൾ മദ്യം മയക്കുമരുന്നിനെതിരെയുള്ള അവയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നാഗ്രഹിക്കുന്നുണ്ട്. കാരണം മാജിക് ബ്ലഡിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നു. ഇപ്പോ നമുക്കറിയാം ഈ മാജിക് പണ്ടൊക്കെ നമ്മള് തെരുവിലൊക്കെ ഒരുപാട് മെജീഷ്യൻസിനെ കാണാം, അല്ലെങ്കിൽ നമ്മൾ സർക്കസിനൊക്കെ പോകുമ്പോഴാണ്. പിന്നെ ഈ പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയർന്നു വന്ന മെജീഷ്യൻസ് നമ്മുടെ നാട്ടിൽ കുറവാണ്. ഇപ്പൊ സാർ ആ ഒരു പ്ലേസിൽ നിന്ന് പോയതോടുകൂടി ആ ഒരു പ്ലേസ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടായിരിക്കും അത് റീപ്ലേസ് ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ അത്രയും ആൾക്കാർ അതിലേക്ക് വരാത്തത്? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഫഷണൽ മാജിക് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ട്രൂപ്പിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത്രമാത്രം പ്രോഗ്രാംസ് വേണം. അങ്ങനെ ആ രീതിയിൽ പോയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞാൽ കലാരംഗത്ത് നിൽക്കാനൊക്കെ അത്രമാത്രം ഒരു താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ നാടകമാണെങ്കിൽ പോലും എല്ലാ രംഗത്തും പഴയ പോലെ അത്രമാത്രം ഒരു ട്രൂപ്പൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു എന്താ പറയാ, നമ്മൾ മാജിക് എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് സാറിനെ വിളിക്കാൻ പറ്റും. കാരണം അത്രത്തോളം ആൾക്കാരോട് അടുത്ത് നിൽക്കുന്ന ഒരു ബിഹേവിയർ ആണ് സാറിൻ്റെ. എന്തുകൊണ്ടായിരിക്കും ആൾക്കാരെ അത്ര പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റിയത്? എങ്ങനെ എന്നാൽ ടെക്നിക്ക് ഉണ്ടായിരുന്നു? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഒരു മാജിക് തന്നെയാണോ അത്? അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണ് ഈ മാജിക് വിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറി ജീവിതത്തിൽ കണ്ടു. ആ കുട്ടികൾക്ക് വരുന്ന മാറ്റവും ആ കുട്ടികളുടെ കഴിവുകളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരു കാലത്ത് വീടുകളിൽ അടയ്ക്കപ്പെട്ടിരുന്ന കുട്ടികൾ ഇപ്പം അവർക്കൊരു ലോകമുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ പോസിറ്റീവ് വൈബാണ് അല്ലേ. അവിടുത്തെ പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാലത്ത് മാജിക് അവതരിപ്പിച്ചിരുന്നപ്പോൾ എൻ്റെ ഒരു സന്തോഷം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ മക്കളൊക്കെ തന്നെ ഇവിടെ പെർഫോമേഴ്സാണ്. ആ പോകുന്ന കുട്ടികളൊക്കെ തന്നെ അവരൊക്കെ സാലറിയിലാണ്. എല്ലാവരും ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്ന മക്കളായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് അതിൻ്റെ പൂജ്യമുണ്ട്. അത് പരമാവധി ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. കാരണം ഇതുവരെ ജീവിച്ചിടത്തോളം ഇനി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം, ഇനിയുള്ള കാലം കൂടുതൽ ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നതാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ഷോയ്ക്ക് പോയിരുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ. അന്നൊരു ഷോ നടത്തിയ സമയത്ത് ഉണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ബന്ധമാണ്. അവരുടെ രീതിയിൽ അവരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ. അപ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത മാത്രം ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. UK പോലെയുള്ള, ജപ്പാനിലെ പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള ആ രാജ്യങ്ങൾ. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന അറിവുകൾ, അവരുടെ സഹായവുമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ ഭിന്നശേഷി സമൂഹത്തിന് എന്തുവേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ചോദ്യം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണം. ആ സമയത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഈ മജിഷ്യൻ മുതുകാടിനുള്ള പിന്മാറ്റം കുറച്ച് നേരത്തെ ആയിപ്പോയി ഇല്ല. ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. എപ്പോഴാണ് നമ്മുടെ സമയം അവസാനിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട്
അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ലൈഫിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ സ്കെയിൽ, ഒരു അളന്ന് തിട്ടപ്പെടുത്താവുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ തോന്നില്ല. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് വേണ്ടായിരുന്നു, അങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലരും തിരിച്ചറിയാതെ പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാജിക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെതായിട്ടുള്ള ലെവലിൽ നമ്മൾ പോയാൽ മതിയായിരുന്നു. അത് ഒരു സമ്പാദ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറ്റൊരു മേഖലയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ മേഖലയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു മേഖലയ്ക്ക് വരുന്ന സമയത്ത് വേറൊരു തോട്ട് പ്രോസസ്സാണ്. നമ്മൾ അന്ന് ചെയ്തൊരു തോട്ട് പ്രോസസ്സല്ല. അന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇമാജിനേഷനാണ്. മാജിക്കിൻ്റെ പുതിയ തലങ്ങൾ എങ്ങനെ കണ്ടെത്താം, പുതിയ ആശയങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, മറ്റു മാജിക്കിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മാജിക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. ഇപ്പോൾ അതല്ല ഞാൻ ചിന്തിക്കുന്നത്, വേറെ ലോകത്താണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും രണ്ട് ലൈഫാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, മറ്റൊരു ജന്മം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ലൈഫിലുണ്ടായ ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് സാറെന്ന് പറയുമ്പോൾ സാർ ആഗ്രഹിച്ചിട്ട് എടുത്തൊരു ഷിഫ്റ്റാണ്. സാറിന്റെ ഫാമിലി അതിനെങ്ങനെയാണ് കണ്ടത്? അല്ല, ഫാമിലി എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. എല്ലാം ഞാൻ പറഞ്ഞ അനുകൂലമായിട്ടല്ലാതെ ഒരിക്കലും പ്രതികൂലമായിട്ട് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയുകയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സന്തോഷം കവിതയുടെയും സന്തോഷം, ആ സന്തോഷത്തിൽ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ മലയാളികളൊക്കെ ഈ ഫയർ എസ്കേപ്പ് പോലെയുള്ള മാന്ത്രിക വിദ്യകളൊക്കെ ആദ്യം കാണിച്ചിരുന്നത് സാറാണ്. വളരെ ഒരു മുൾമുനയിലേക്ക് നിന്ന് കണ്ട ഒരുപാട് ടെക്നിക്സ് ആണ് അതെല്ലാം. അപ്പൊ മോഹൻലാൽ സാറ് വരെ മാജിക് ചെയ്യുന്നത് മലയാളികൾ കണ്ടു. അപ്പോൾ ഈ മോഹൻലാൽ സാറ് മാജിക്കിലേക്ക് വന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം പണ്ട് തന്നെ മാജിക്കിനോട് വളരെയധികം പാഷനുള്ളതാണ്. ഏത് കലയും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പഠിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ മാജിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും ഇഷ്ടമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ തന്നെ അതിമനോഹരമാണ്. ഒരു പക്ഷേ ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള അതിൻ്റെ ചലനങ്ങളും ഒക്കെ വളരെ 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 മനോഹരമാണ്. ഇതൊരു പെർഫോമൻസാണത്, അത് അതിമനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മാജിക് അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളിലും മാജിക് ട്രെയിൻ ചെയ്യിക്കാനും ആ മാജിക് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആസ്വദിക്കാനും എനിക്ക് സാധിച്ചു. പക്ഷേ നമ്മളിവിടെ ഈ പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തത് ക്യാൻസൽ ചെയ്യുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, കാരണം എല്ലാ മേഖലയും ഉണ്ടാവുമല്ലോ, അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം മാജിക്ക് അദ്ദേഹം മാജിക്ക് പ്രാക്ടീസ് ചെയ്തു, പെർഫോമൻസിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു, എല്ലാം തയ്യാറായി. അദ്ദേഹം മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ പ്രചരണം നടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാജിക്കിൻ്റെ സീക്രസി ഇതാണ്, അതുകൊണ്ട് അദ്ദേഹം മരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മാജിക്കിന് അങ്ങനത്തെ ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ സാധിക്കാതെ അത് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇപ്പൊ ഈ ഫയർ എസ്കേപ്പ് പോലത്തെ മാജിക്കുകൾ ചെയ്തിരുന്നത് ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ അത് റിസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? റിസ്ക് ആണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചിരുന്ന മോഹൻലാലിനെ അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്ത മാജിക് അല്ല ഞാൻ പറയുന്നത്. അതൊരു അദ്ദേഹവും തീയും തമ്മിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല, ബേണിംഗ് ഇലൂഷൻ എന്നാണ്. അതിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത മാജിക്കായിരുന്നു. ഞാനൊക്കെ ചെയ്തിരുന്ന ഫയർ എസ്കേപ്പ് ആക്ട് പോലെയുള്ള വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് പോലെയുള്ള മാജിക്കുകൾ എന്ന് പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള മാജിക്കുകൾ. അത് എന്താ പറയുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയും നിരന്തരമായിട്ട് അതിൻ്റെ പുറകെ കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പെർഫോം ചെയ്യാൻ സാധിക്കൂ. ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചില സമയങ്ങളിലൊക്കെ മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന ഘട്ടം വന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അതിന് രക്ഷപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ബഹ്റിനിൽ അവതരിപ്പിക്കുന്ന സമയത്ത് 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിറ്റുവേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ എന്താ തോന്നാറ്? ഇല്ല, ഇപ്പൊ എസ്കേപ്പ് ആക്ട് ആരും കാണിക്കുന്നില്ല. എസ്കേപ്പ് ആക്ടുകൾ ആരും കാണിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആരും ചെയ്യുന്നില്ല. പുറത്തൊക്കെ പോകുമ്പോ കാണാറില്ല. മാജിക് ഷോസ് ഒക്കെ കാണാനൊക്കെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോഴും ലാസ് വേഗാസിൽ ഡേവിഡ് കോപ്പർഫീൽഡ് ഫിലിം ഷോ കാണാറുണ്ട്. അതും ഇതും രണ്ട് തലമാണ്. ഇത് ഹൗഡിനി എന്ന് പറയുന്നൊരു വിഖ്യാത ജാലവിദ്യക്കാരനുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ജാലവിദ്യയുടെ പ്രഖ്യാതാവായിരുന്നു. അദ്ദേഹം വിഭാവനം ചെയ്ത മാജിക് ആണ് എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നത്. അതെല്ലാം അദ്ദേഹം പുസ്തകമായിട്ട് എഴുതി, സീക്രട്സ് ഓഫ് ഹുഡിനി എന്ന് പറയുന്ന ബുക്കുണ്ട്. അതിനകത്ത് എല്ലാ മാജിക്കിലും റിവീൽ ചെയ്തിട്ടുണ്ട് സീക്രട്ട്. ആ സീക്രട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാജിക്കിലേക്ക് അവലംബിച്ചത്. അതും മറ്റുള്ള സ്റ്റേജ് മാജിക്കും നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നത് വേറൊരു വിഭാഗം തന്നെയാണ്, ഓപ്പൺ എയറിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു തലം തന്നെ വ്യത്യാസമാണ്. മാജിക്കിനെ മാറ്റി നമ്മൾ സ്റ്റാർ സിംഗറിൽ ജഡ്ജായി വരെ സാറിന് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സ്റ്റാർ സിംഗറിൽ ജഡ്ജായി എത്തിപ്പെട്ടത്? അത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖല, അതായത് വാക്കുകളുടെ പ്രസക്തി തിരിച്ചറിയാൻ എനിക്കൊരു അവസരം തന്നൊരു മേഖലയാണ്. ഒരു തവണ മാത്രം
ഒരു മഞ്ജു സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പരിപാടി ജഡ്ജായിട്ട് പോയതാണ്. അന്ന് സുജാത ചേച്ചിയും വേണുവേട്ടുമാണ് അത് തന്നെ ചീഫ് ജഡ്ജസ്. ഞാനൊരു അതിഥിയായിട്ട് പോയതാണ്. അപ്പോൾ പാട്ടറിയാത്തത് കൊണ്ട് അതിൻ്റെ ശ്രുതിയോ താളമോ ഒന്നും അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ജഡ്ജ് എന്ന രീതിയിൽ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാരൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ അതൊരു സ്ഥിരം ജഡ്ജായിട്ട് മാറി, ഞാനതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പോൾ പറയുന്ന വാക്കുകൾക്ക് കുറച്ച് പ്രസക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ മേഖല മാറി. ഇപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദി തുറന്നു തരാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു സ്റ്റാർ സിംഗറിലെ ജഡ്ജായിട്ട് പോയത്. അത് കഴിഞ്ഞിപ്പോ നമ്മൾ സിനിമയിലും കണ്ടു ഇപ്പൊ ഈ അടുത്ത്, അതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ആക്ച്വലി ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഈ ഡിസബിലിറ്റി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയുടെ ഒരു കഥയായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് വെറുതെ പോയി തല കാണിച്ചു. എങ്ങനെയാണ് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഏഷ്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ആദ്യത്തെ മാജിക് തീം പാർക്ക്? മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു തീം പാർക്ക്, മാജിക്കിന്റെ ആദ്യത്തെ തീം പാർക്കാണ്. ഇത് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇന്ത്യ യാത്രയ്ക്ക് പോയ സമയത്ത് തെരുവുജാല വിദ്യക്കാരുടെ ഒരു അവസ്ഥ കണ്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ പതുക്കെ വന്നതാണ്. ഇന്നിപ്പോൾ അവിടെ നിങ്ങൾ അലി ചെറുപ്പശ്ശേരി എന്ന് പറയുന്ന മാജിക് കണ്ടിട്ടുണ്ടായി. മാങ്ങയൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് മാവ് മുളപ്പിക്കുന്ന മാജിക് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ജാലവിദ്യകളാണ്. ഇപ്പോൾ പലപ്പോഴും പലരും ഇനിയൊരു എത്ര കാലം അതൊക്കെ നിലനിൽക്കും നമുക്കറിയില്ല. അപ്പോൾ ആ മാജിക്കിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ അത് കുറേ സർക്കസ് കലാകാരന്മാർക്കുള്ള അവസരങ്ങളായി. അതിനുശേഷം പിന്നെ ഒരുപാട് മാജിക് പെർഫോമൻസിനുള്ള അവസരങ്ങളായി. അങ്ങനെ മാജിക് പ്ലാനറ്റ് മാജിക്കുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സങ്കേതമാണ്. അവരുടെ എൻ്റർടൈൻമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥിരം വരുന്നു. ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ കുട്ടികളെ കാണാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന കയ്യടി കഴിയുമ്പോൾ ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ അവർക്ക് മുഴുവൻ അവകാശത്തെ തിരിച്ചറിയും. അത് മാനസികമായിട്ട് അവർക്കുണ്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. 10 വർഷമാവാൻ പോവുകയാണ് മാജിക് പ്ലാനറ്റ് വന്നിട്ട്. തുടങ്ങിയ സമയത്ത് ഇവിടെ ഒരു കാട്ടുപ്രദേശമാണ് കിൻഫ്രഫിന് വീഡിയോ പാർക്കുന്നുണ്ട്. തുടങ്ങുമ്പോൾ പലരും എന്നോട് പറഞ്ഞതാണ് ഇത് പൊളിഞ്ഞിട്ട് നടക്കില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഇവിടുത്തെ ആളുകൾ വരില്ലായിരുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടാണ്. പക്ഷേ ഇന്ന് 10 വർഷം നമ്മൾ ശക്തമായിട്ട് പിന്നിട്ടു എന്നുള്ളത് ഇത്രയും കാലം ഒരുപാട് കലാകാരന്മാർക്ക് ആശ്വാസമായിട്ട് ഈ ഒരു സ്ഥാപനം നിലനിന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇത്തരം കുട്ടികൾ കലാചാതുര്യമുള്ള കുട്ടികൾക്ക് അവരുടെ കലാമേഖലയിൽ ഇപ്പോൾ മാജിക് ആണെങ്കിൽ മാജിക് പാട്ട് പാടുന്ന കുട്ടികൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് അഭിമാനം സംഭവം. നമ്മളിവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടൊരു കാര്യം, കുഞ്ഞുങ്ങളെ മാത്രമല്ല അവരുടെ പാരൻസിനും ഒരു ജോലി എന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്കതിന് തോന്നിയത്. അപ്പോൾ ആ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരൻസാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രശ്നങ്ങളായിട്ട്. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ പാരൻസാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അതിന് മെഡിസിൻ ഇല്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഒരു ഓട്ടിസം ബാധിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഈ പാരൻസിൻ്റെ മനസ്സിലുണ്ടാകുന്ന മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ. ഇത് ആദ്യം തുടങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് തുടങ്ങിയത്. അപ്പോഴാണ് പാരൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരിസ്മ എന്ന് പറയുന്ന രീതിയിലേക്ക് തുടങ്ങി. ഇതിപ്പോൾ അവരുടെ ഒരു സെപ്പറേറ്റ് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്കകത്ത് നിന്ന് കിട്ടുന്ന ഇൻകം അവർ തന്നെ എടുത്ത് വളരെ സന്തോഷമായിട്ട് അവർ പിന്നെ ജീവിക്കണം. അപ്പോൾ അവിടെ ഒരു അപ്കഫെ എന്ന് പറഞ്ഞ സ്വന്തം സെൻറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇങ്ങനെ പല പ്രോജക്റ്റുകളിലൂടെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംരംഭമാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനെ കുറിച്ച് പറയുമ്പോൾ കുറേ വിവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു അത്രയും? തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു സതുദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ, അത്രമാത്രം സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാദങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുമല്ലോ. കാരണം നമ്മുടെ ഒരു യാത്രയെ അത് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. വിവാദങ്ങൾ ഉയർത്തിയവരെല്ലാം എവിടെ പോയി എന്നുള്ള യാതൊരു വിവരവും ഇപ്പം ഇല്ല. ഇപ്പൊ ഷിഹാബ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ കൂടെ ഒപ്പം നിന്നവരാണ്. അവർ തന്നെ അങ്ങേക്ക് എതിരെ തിരിയുന്ന ഒരു സാഹചര്യം. നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മളിതൊക്കെ പാഠമാക്കേണ്ടതാണ്. കാരണം നമ്മൾ കാണുന്നതൊന്നും അല്ല ലോകം എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊപ്പം നിന്നത് ആളുകൾ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. അത്
ഇത് ജീവിതത്തിൽ എല്ലാവരും നേരിടാൻ പോകുന്ന നമ്മളെല്ലാവരും നേരിടേണ്ട ഓരോ പ്രശ്നങ്ങളാണ്. അത് എന്നിലേക്കും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു, ഇതിൻ്റെ അവസ്ഥ കഴിഞ്ഞു. എൻ്റെ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് കാസർഗോഡ് ഒരു വലിയ പദ്ധതി വരാൻ പോകുന്നുണ്ട്. അത് നമ്മൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്നില്ലാത്ത രീതിയിൽ ഒരു വലിയ പ്രോജക്റ്റാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ വി ഹാവ് ടു ഗോ, പോയേ പറ്റുള്ളൂ. നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ജിജി തോമസൺ ആണ് ചേർന്നത്. വളരെ ശക്തരായിട്ടുള്ള ഡയറക്ടർ ബോർഡുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സാധിക്കാൻ. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഡയറക്ടർ ബോർഡുണ്ട്. അതിനകത്തൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പോലും സൊസൈറ്റി നിലനിൽക്കും. ഈ സൊസൈറ്റിയുടെ ആണ് ഈ അസറ്റും എൻ്റേതല്ല, വ്യക്തിപരമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി അതിൻ്റെതായിട്ട് ജീവിക്കുന്നു. ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി കഴിഞ്ഞാൽ അവിടെ വേറൊരാൾ വരും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ നിൽക്കുന്നിടത്തോളം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ് മുതുകാട് സാർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു വിഷയം വന്നത് മേ ബി അത് ഷിഫാബിനെ പോലെ ഡിഫറെന്റ് ഏബിൾഡ് ആയ ഒരാൾ പറയുമ്പോൾ വൈകാരികമായ അത് ആൾക്കാരിലേക്ക് എത്തുന്നത് കൊണ്ടായിരിക്കാം ആ സ്നേഹം പിന്നീട് ദേഷ്യത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വന്നു. പിന്നീട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പണ്ട് ആരാധനയോട് നോക്കിയിരുന്നവർ വേറൊരു രീതിയിൽ നോക്കുന്ന പോലെ തോന്നാറുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കോള് വരികയോ ഒരു കോള് പേഴ്സണലി അറ്റാക്കുകളൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും വിളിച്ചിട്ട് എന്നോട് അങ്ങനെ ഒരു എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, വി ആർ വിത്ത് യു എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അതിലപ്പുറം ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടായിട്ടും അവർ നടത്തിയിട്ട് പോലും ഒരു പത്രത്തിലോ ഒരു ടെലിവിഷൻ ചാനലിലോ ഒരു മീഡിയ പോലും തൊട്ടിട്ടില്ല. അത് വലിയ ഭാഗ്യമല്ലേ. കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മീഡിയയാണല്ലോ ആദ്യമായിട്ട്. ഒരു മീഡിയ സൗഭാഗ്യം. ഗവൺമെൻറ് തലത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊക്കെയല്ലേ നമ്മുടെ പോസിറ്റീവായിട്ട് കാണുന്നത്, അല്ലേ? അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമല്ലേ എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ആ ഒരു സ്നേഹവും ആ ഒരു അറ്റാച്ച്മെൻറ്റും ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടു നയൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അമ്മ, ആ അമ്മ വരെ വന്ന് ഇങ്ങനെ പറയുന്നത് അതൊക്കെ ഒരുപാട് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു ദിവസം പോയി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അല്ല, ഞാൻ അതിനകത്ത് ഒരു ദിവസം വിളിച്ചപ്പോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കണ്ടെത്തലല്ല അത്. അപ്പോൾ അത് അവരുടെ കയ്യിലാണ് അതിൻ്റെ റിപ്പോർട്ട്. ഞാൻ അതിനകത്ത് എല്ലാവരും പോയ കൂട്ടത്തിൽ ഞാൻ പോയി. ഈ വിവാദം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ പേര് ആയപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞു മാത്രമേ. അല്ലാതെ എനിക്ക് അവരോടൊന്നും യാതൊരു പ്രശ്നം. ഇതിന്റെ ബാക്കിൽ ഒരു അജണ്ടയാണെന്ന് സാറ് മുൻപേ പറയുന്നു. ആ അജണ്ട ഇനിയും ആവർത്തിക്കില്ലേ? എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പോവേണ്ട രീതിയിൽ നമ്മൾ പോകുന്നു. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. വിവാദങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് മകൻ ഒരു മജീഷ്യൻ ആവുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞത്. അങ്ങനെ മകൻ ഒരു മജീഷ്യൻ ആവുകയാണെങ്കിൽ സാർ കൊടുക്കാൻ പോകുന്ന അഡ്വൈസ് അല്ല, മകനൊരു മജീഷ്യൻ ആവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവൻ്റെ ചോയ്സ്, അവൻ്റെ ഇഷ്ടത്തിന് എന്താണോ അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ മകനൊരു മജീഷ്യൻ ആവണമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷെ അവൻ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഉണ്ട്, കുറച്ച് മാജിക്കൽ കാണിക്കും. ഒരു പ്രൊഫഷണൽ മജീഷ്യനായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. എന്താണ് എന്നാൽ ഒരു പ്രൊഫഷണൽ മജീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള? മാജിക് എന്ന് പറയുന്നത് ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു കലയാണ്. അതായത് അത്ഭുതപ്പെടാൻ മനുഷ്യന് എത്രമാത്രം കാലം കഴിവുണ്ട് അത്രമാത്രം കാലം മാജിക് എന്ന് പറയുന്ന കല നിലനിൽക്കും. അതുകൊണ്ട് മാജിക്കിനൊരു അവസാനമുണ്ട്. മാജിക് എന്ന് പറയുന്നത് സയൻസാണ്, ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച തീർച്ചയായിട്ടും മാജിക്കിന് അനുകൂലമായിരിക്കും. എന്താണോ പുതിയ ശാസ്ത്രം കണ്ടെത്തുന്നത് അതോടൊപ്പം മാജിക്കും വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാജിക്കിനൊരു അവസാനമില്ല. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ ആർട്ടാണ്. ആ ആർട്ടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രസൻറ്റേഷനാണ്. എങ്ങനെ നമ്മൾ മാജിക് അവതരിപ്പിക്കുന്നത് അവിടെയാണ് അതിൻ്റെ ജീവൻ. ആ ജീവൻ നിലനിർത്തിക്കൊണ്ട് മാജിക്കിനെ നിലനിർത്തുക എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും സാർ മാജിക് കാണിക്കാൻ നേരിട്ട് കാണുന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും അടുത്ത പ്രാവശ്യം.